പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അടുത്ത ഫ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് ആ കൊച്ചു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു കൊച്ചു കുട്ടി അവിടെ നിൽക്കുന്നില്ലേ, ആ കുട്ടിയാണ് അടുത്ത് ഫ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഹായ്. ഇന്നുള്ളത് വർക്കലയിലാണ്. വർക്കല ബീച്ച് കാണാനായിട്ടാണ് പോയത്. ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങാനും ഒന്ന് നടക്കാനും കുറച്ച് കാറ്റൊക്കെ കൊള്ളാനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ വർക്കല ബീച്ചിൽ ഞാൻ എത്തിയ സമയം ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയായി. 4 മണിയായി കുറച്ച് ബീച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇതിൻ്റെ ഓരത്തോടെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ വർക്കല ബീച്ചെന്ന് പറയുന്നത് ഒരു വൈഡ് ബീച്ചാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വിശാലമായിട്ട് മുകളിൽ ക്ലിഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പോയതൊരു തിങ്കളാഴ്ച ദിവസമാണ്. ഈ ക്ലിഫിൽ നിന്ന് താഴെ ഇറങ്ങിയാലേ മാത്രമേ നമുക്ക് ബീച്ച് സൈഡിലോട്ട് എത്താൻ പറ്റുള്ളൂ. അത് അപ്പർ സൈഡിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള, അതായത് ഇത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ചുറ്റാണ്, കുറച്ച് ദൂരം കറങ്ങിപ്പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷോർട്ട് കട്ട് എടുത്തു. ഈ ഒരു ഷോർട്ട് കട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ബീച്ച് സൈഡിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുവഴി ഇറങ്ങിയത്. അങ്ങനെ ഏകദേശം ഞാൻ താഴെ എത്തി. താഴെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തിങ്കളാഴ്ച ആയിട്ട് പോലും ഇത്രയും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ വീക്കെൻഡ് അല്ലെങ്കിൽ ശനിയും ഞായറും ഒക്കെ എന്തുമാത്രം തിരക്ക് ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ താഴെ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബോട്ടുകൾ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിട്ടുണ്ട്. അതിൽ വെയിലടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഓല വെച്ച് ഇങ്ങനെ മൂടി വെച്ചേക്കണ കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഇത് ഗ്ലൈഡറാണ്. ഇതൊരു മോട്ടോർ ഗ്ലൈഡറാണ്. ഇവർ ഈ മോട്ടോർ ഗ്ലൈഡർ നല്ല ദൂരമുണ്ട്, അവിടെ നല്ല ഹൈറ്റിലാണ് അത് പറപ്പിക്കുന്നത്. അതിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും അത് എവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യണത്, എവിടെയാണ് ലാൻഡ് ചെയ്യണമെന്നൊക്കെ അറിയാനായിട്ടൊരു കൗതുകം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ പിറകെ വെച്ച് വിട്ടതാണ്. അപ്പം ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ട ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ആഴം ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ചുറ്റി വേണം അപ്പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ആ ഒരു ഗ്ലൈഡറിൻ്റെ ടേക്ക് ഓഫ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ലാൻഡിങ് എവിടെയാണെന്ന് നോക്കാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ നിന്ന്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്ന് നിൽപ്പുണ്ട്. കൂടുതലും ആൾക്കാരും ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലരും പല പല ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ നേരെ വിട്ട് പോവാണ്. അത് എനിക്ക് ദൂരെ നിന്ന് കാണാം, അത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, അത് കറങ്ങി വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പലതരം സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്ന നമ്മുടെ കടക്കാരന്മാരെയൊക്കെ കാണാം. അപ്പം ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, അത് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഞാൻ എത്തിയപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്നിട്ട് അത് ഏകദേശം നമ്മുടെ ആ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്കും, മുകളിലെത്തുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് പിന്നെ കടലിൻ്റെ മധ്യത്തിലോട്ട് അങ്ങ് തിരിഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ലാൻഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മോട്ടോർ ഡ്രിവൺ ആണ്. സാധാരണ ഞാൻ മോട്ടോർ ഡ്രിവൺ ആയിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ ഓർഡിനറി ഗ്ലൈഡേഴ്സ് ഉണ്ടല്ലോ, അതായത് മോട്ടോർ വയ്ക്കാത്ത ഗ്ലൈഡേഴ്സാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും പോയിട്ട് എവിടെയാണെന്ന് നോക്കാനായിട്ടുള്ള യാത്രയിലാണ്. ഇതിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ പല ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ്, വെള്ളത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വർക്കല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഇതുപോലുള്ള ഫോറിനേഴ്സിനൊക്കെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ്. എന്തായിരുന്നാലും നല്ല കാര്യമാണ്. ഇതും അതുപോലെ ഒരു വാട്ടർ ആക്ടിവിറ്റി സ്പോർട്സിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇപ്പം ടിക്കറ്റൊന്നും ആവാത്തത് കൊണ്ട് ഷെഡിൽ ഇട്ടേക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ വർക്കല ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാർ കംപ്ലീറ്റ് ഒന്ന് കാല് നനയ്ക്കാനെങ്കിലും വെള്ളത്തിലിറങ്ങും. അപ്പം ശരിക്കും ആസ്വദിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ്. പിന്നെ ഇത് കുറച്ച് ഡേഞ്ചറാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ കടൽ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ഇതെല്ലാം മറക്കും. നമ്മൾ എത്രയൊക്കെ പാഠം പഠിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും പഠിക്കില്ല. അപ്പം ലൈഫ് ഗാർഡ്സ് ഉണ്ട്. പിന്നെ ഈ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും അതിലൊരാൾ കുറച്ചൊരു അഭ്യാസമൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഇതൊക്കെയാണ് ഈ വർക്കല ബീച്ചിലുള്ള പരിപാടികൾ. പിന്നെ കരയിലിരുന്ന് കടൽ ആസ്വദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ കടലിൽ ഈ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ ബാഗും ഡ്രസ്സും ഷൂസും എല്ലാം ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു റെഡ് ഫ്ലാഗ് കൊടുത്തേക്കുന്നുണ്ടോ.
ഇത് ലൈഫ് ഗാർഡാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങരുതെന്നുള്ളൊരു വാർണിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. കാരണം ചിലപ്പോൾ ആഴം കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് കണ്ടോ. മെഡിറ്റേഷൻ ചെയ്യുന്ന 2 ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫോറിനർ, എന്തോ ഒരു വാദ്യോപകരണം, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഏകദേശം നമ്മുടെ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ തീരെ അടുത്ത് പോകാൻ പറ്റിയില്ല. കുറച്ച് ദൂരമായിട്ട് നിന്നപ്പോഴത്തേക്കും ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. ഇതതിൻ്റെ ടേക്ക് ഓഫാണ്. ഇനി ഇത് ഒരു റൗണ്ട് അടിച്ചിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിപ്പം ലാൻഡ് ചെയ്തതാണ്. ഞാൻ ഇവരുടെ ഓഫീസിൽ ഇതിനിടയ്ക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. അപ്പം ഇതിൻ്റെ പേര് മോട്ടോർ ഗ്ലൈഡർ എന്നാണ്. 2 ഗ്ലൈഡേഴ്സ് ഉണ്ട്. മോട്ടോർ ഗ്ലൈഡറും ഉണ്ട്, ഓർഡിനറി ഗ്ലൈഡേഴ്സും ഉണ്ട്. അപ്പം മോട്ടോർ ഗ്ലൈഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ഡ്രിവൺ ആയിരിക്കും. അതായത് അതിന് ഒരു പ്രൊപ്പൽഷൻ ഉണ്ടായിരിക്കും, ഒരു എഞ്ചിനുണ്ട് അതിനകത്ത്. മറ്റ് സാധാ ഗ്ലൈഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കടലിൽ നിന്ന് വരുന്ന കാറ്റിനെ വെച്ചിട്ടാണ് അവർ ഗ്ലൈഡ് ചെയ്യുന്നത്. അല്ലാതെ സ്പെഷ്യലി അതിന് ഒരു പ്രൊപ്പൽഷൻ കൊടുക്കാനായിട്ടുള്ളൊരു എൻജിനില്ല. അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ റേറ്റ്, അതായത് ഇത് ഒരു പ്രാവശ്യം പറത്തുന്നതിനുള്ള റേറ്റ് എന്ന് പറയുന്നത് 4500 ആണ് റേറ്റ് വരുന്നത്. അത് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എനിക്കത് തീരെ കുറവ് പോലെ തോന്നി. ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ മോട്ടോർ ഡ്രിവൺ ആയിട്ടുള്ളത്. അല്ലാതെയുള്ള സാധാരണ മോട്ടോർ ഇല്ലാത്ത ഗ്ലൈഡറിനും 4500 തന്നെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ അത് 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയത് ഇവരെന്തോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് കൊണ്ടുപോകുന്ന കണ്ടു. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അടുത്ത ഫ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് ആ കൊച്ചു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു പച്ച ഡ്രസ്സിട്ട് ഒരു കൊച്ചു കുട്ടി അവിടെ നിൽക്കുന്നില്ലേ, ആ കുട്ടിയാണ് അടുത്ത് ഫ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ വെയിറ്റ് കുറവല്ലേ. അപ്പോൾ സാധാരണ വലിയ ആൾക്കാരിരിക്കുമ്പോൾ വെയിറ്റ് ബാലൻസ് ആവും. അപ്പം അങ്ങനെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ പറത്തുന്ന ഗ്ലൈഡറിന് ഒരു ബാലൻസ് കുറവ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ മണ്ണ് ബാഗിനകത്ത് നിറച്ചതിന് ശേഷം ആ കുട്ടി ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊരു കറക്റ്റ് ബാലൻസ് കിട്ടും. കുട്ടീനെ അതിൽ ഇരുത്തിയതിന് ശേഷം കറക്റ്റായിട്ട് അവർ ബെൽറ്റൊക്കെ പിടിച്ച് ഇരുത്തി ആ കുട്ടി കംഫർട്ടാണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. അതുമാത്രമല്ല ആ കുട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അതിലിരിക്കാനായിട്ട്. അതിൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയാണ്. ആ കൊച്ച് നല്ല കോൺഫിഡൻ്റ് ആണ്. കാരണം ഇതറിയാലോ, വലിയ ആൾക്കാർക്ക് പോലും ചില സമയത്ത് പേടി ഉണ്ടാക്കുന്ന സാധനമാണ്. അതിൽ ആ കൊച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കയറിയിരുന്നു. ഇനിയിപ്പം ടേക്ക് ഓഫ് ആണ്. അതിൻ്റെ പ്രൊപ്പല്ലർ റൺ ചെയ്ത് തുടങ്ങി. പാരഷൂട്ട് ഇപ്പം മുകളിലോട്ട് പൊങ്ങിയതിന് ശേഷം ടേക്ക് ഓഫ് ആയിരിക്കും. കണ്ടോ, ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വന്ന് ലാൻഡ് ചെയ്യും. ഇതാണ് അവരുടെ പ്രൊസീജിയർ. ഇത് ആ കൊച്ചിനെ കൊണ്ട് തിരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ്. അത് നമ്മുടെ മുകളിൽ കൂടെ പോയിട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം അവിടെ ഒരു അവിടെ കുറച്ച് ദൂരത്തായിട്ടൊരു ഹിൽ ടോപ്പ് കാണാം. ആ ഹിൽ ടോപ്പിൻ്റെ അവിടെ വന്നിട്ട് തിരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ലാൻഡ് ചെയ്യും. അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലാൻഡിങ്ങിനായിട്ട് വരുന്നതാണ്. ഇത് ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഫ്ലൈ ആയിരുന്നു ആ കൊച്ചിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. കാരണം രാത്രി ആയിക്കഴിഞ്ഞു, ഏകദേശം 6 മണി കഴിഞ്ഞു. പിന്നെ വിസിബിലിറ്റി കുറയും. അത് മാത്രമല്ല ഒരു ക്ലൗഡി ഡേ ആണ്, സ്കൈ അത്ര ക്ലിയർ അല്ല. അപ്പം ഇന്നത്തെ ഫ്ലൈയിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലൈയിങ് ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അച്ഛനും അമ്മയും ഹാപ്പിയാണ് കുട്ടിയുടെ, അതുപോലെ തന്നെ ആ കുട്ടിയും ഹാപ്പിയാണ്. ഈ പാരഷൂട്ട് ഇപ്പോൾ ഡൗൺ ആവും. പ്രൊപ്പല്ലർ സ്റ്റോപ്പ് ആവുന്നതോടുകൂടി ഈ പാരഷൂട്ട് ഡൗൺ ആവും. അപ്പോൾ ഇന്നത്തെ ഫ്ലൈയിങ് ഇവിടെ കഴിഞ്ഞു. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.